ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സോയ മസാലയുടെ റെസിപ്പിയാണ്. ആദ്യം തന്നെ സോയ വേവിച്ച് കട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ മുമ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന സോയയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാല, പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ചിക്കൻ മസാലയുടെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരാം. ഇത് മൂന്നും കൂടെ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് മസാല ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വിട്ടുപോയൊരു സാധനമാണ് കറിവേപ്പിലയും കൂടെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുക. വെളുത്തുള്ളിയും കൂടെ ഒന്ന് ബ്രൗണിഷ് ആവുന്ന സമയത്ത് ഉള്ളി ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നന്നായി വഴറ്റാൻ വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ആ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. തക്കാളി ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുമ്പ് തയ്യാറാക്കിയ സോയ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സോയ മസാല റെഡി.